നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ആളുകളുടെ തിക്കും തിരക്കാണ്. അവിടെ വലിയൊരു ക്രൗഡ് ഉണ്ടാവാനുള്ള കാരണം കേരളത്തിലുള്ള ജനങ്ങള് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഇങ്ങനെ ഒരു ചർച്ച വരാനുള്ള ഒരു കാരണം എന്താണ്? മുഴുവൻ പുരുഷന്മാരും അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇത്? ഈ പ്രമുഖ നടിയും പ്രമുഖ കോടീശ്വരനുമായിട്ടുള്ള ഈ പ്രശ്നത്തിലാണ് ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നത്. അതായത് നടി കുറച്ച് മോഡേൺ കോസ്റ്റ്യൂമൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇവരുടെ കോസ്റ്റ്യൂം കാണാനൊക്കെയാണ് ആളുകൾ വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അത് വളരെ വലിയ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ നടിമാരുടെ വസ്ത്രത്തെക്കുറിച്ചും നടിമാരുടെ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഡ്രസ്സ് ഇടുന്നു, അല്ലെങ്കിൽ അവർ വളരെ മോഡേൺ കോസ്റ്റ്യൂം യൂസ് ചെയ്യുന്നു, ഇത് ലൈംഗിക ദാരിദ്ര്യം കൂടി ആണുങ്ങൾ മൊത്തം ഇരുന്ന് കാണുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നടക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ 91% സ്ത്രീകളും ആക്രമിക്കപ്പെടുന്ന, ഞാൻ പറഞ്ഞു കുഞ്ഞു കുട്ടികളടക്കം, അവർ കുഞ്ഞു ഡ്രസ്സ് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ പ്രകോപനപരമായ ഡ്രസ്സ് ഇട്ടത് കൊണ്ടോ അല്ല. നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നത് നന്നാവും. അപ്പോൾ ഇവിടെ പ്രോപ്പർ ഡ്രസ്സ് ഇട്ട ആളുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. വെറും 9% ആളുകൾ മാത്രമാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടത്. ആ ആക്രമിക്കപ്പെട്ട സമയത്ത് അവർ കുഞ്ഞു ഡ്രസ്സ് ഇട്ടത് 9% മാത്രമാണ്. 91% സ്ത്രീകൾ ഇവിടെ ആക്രമിക്കപ്പെട്ടത് കുഞ്ഞു ഡ്രസ്സ് ഇട്ടത് കൊണ്ടല്ല. അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, ഇവിടുത്തെ നടിമാർ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പുരുഷന്മാരെ വീട്ടിൽ വന്ന് പറഞ്ഞു, ചേട്ടാ പ്ലീസ് വരൂ, ഞങ്ങൾ ഇന്ന ഡ്രസ്സ് ഇട്ടോളാം, ചേട്ടൻ വന്ന് കണ്ടോ എന്ന് ഇവരാരെയും വന്ന് പറഞ്ഞു. ഇവനൊക്കെ എന്തിനു പോയി? ഒരു നടി വരുന്ന പറയുമ്പോൾ തന്നെ ഇവരെന്തിനാണ് ഭയങ്കര ക്രൗഡായിട്ട് അവിടെ ചെന്നിട്ട് അത് ആസ്വദിച്ചിരുന്നു, എന്നിട്ട് ഇവർ കമൻ്റ് ഇടുന്നു, ഇവരെന്തിനാണ് ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നത്? നടിമാർ ഇവരെ വീട്ടിൽ പോയി പറഞ്ഞു. ഞാൻ പറയുന്നു, നന്നായി അഭിനയിക്കുന്ന നടിമാരും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ പോയി കാണുന്നത്. അതേസമയം മോശം കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗമോ നടത്തുന്നത് അവരുടെ മാനസികാവസ്ഥയാണ്. അത്തരം ആളുകൾക്കെതിരെ സൈബർ കുറ്റങ്ങൾ നമുക്ക് ചുമത്താവുന്നതാണ്. ഇതാണ് സംഭവം. അല്ലാതെ ഒരു നടി ചെറിയ ഡ്രസ്സ് ഇട്ടു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്ത് അവരെ തോന്നിയാസം പറയാമെന്നാണോ? ഒരു നടി എന്തെങ്കിലും കുറച്ച് അവരുടെ സിനിമാപരമായി അവർക്ക് അഭിനയത്തിൻ്റെ ഭാഗമായി അവരെന്തെങ്കിലും അത്തരം സീൻസോ അത്തരം ചെറിയ ഡ്രസ്സോ ഇടുന്നതിൻ്റെ അർത്ഥം ആർക്കും അവരെ എന്തും പറയാം, എന്തും ചെയ്യാമെന്നാണോ? ദ്വയാർത്ഥ പ്രയോഗം നടത്താമെന്നാണോ ഇതിൻ്റെ അർത്ഥം? ഒരിക്കലുമില്ല. നിങ്ങൾ ഒരു നടി, ഇപ്പോൾ പുരുഷന്മാർ വരുമ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. നടിമാർ ഇനോഗ്രേഷൻ എന്തെങ്കിലും കാര്യത്തിന് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് സീരിയസ്ലി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഒരു നടി എന്ന രീതിയിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. നമ്മളിപ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഞാനായാലും വേറൊരാളായാലും നമ്മളിപ്പോൾ ഉദ്ഘാടനത്തിന് നമ്മൾ പോകുമ്പോൾ അവിടെ വലിയൊരു ക്രൗഡ് വരുന്നു. ആ ക്രൗഡ് എന്ന് പറയുന്നത് നമ്മളുടെ സിനിമയിൽ അഭിനയമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ, നമ്മൾ ഒരു ഫേമസ് പേഴ്സൺ ആണെങ്കിൽ അങ്ങനെയാണ് ആളുകൾ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു നടി ഒരു ഇനോഗ്രേഷന് വരുന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? ആ നടിയുടെ ഡ്രസ്സ് കണ്ടിട്ടോ നടിയെ ശാരീരികമായി നോക്കിയിട്ടാണ്, അല്ല അത്രയും പെണ്ണുങ്ങളെ കാണാത്ത മനുഷ്യന്മാരാണ് ഈ കേരള സംസ്ഥാനത്തെ ജനങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആളുകൾ ഒരു ലെവലിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ഉടനെ ഈ നടിമാർക്കെതിരെ അവർ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. വളരെ ഗതികെട്ട് പെണ്ണുങ്ങളെ എന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് വരികയാണ്. ഒരിക്കലുമല്ല. ഞാൻ മനസ്സിലാക്കുന്നു, കേരളത്തിലെ നടിമാർ നടത്തുന്ന ഇനോഗ്രേഷൻസിൽ ആണുങ്ങൾ വരുന്നത് അവരുടെ അഭിനയം കണ്ടിട്ടും അവരുടെ നടി അല്ലെങ്കിൽ സെലിബ്രിറ്റിയെ കാണാമെന്നുള്ള മാനസികാവസ്ഥയിൽ അവരെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നുള്ള മാനസികാവസ്ഥയിലാണ്. ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ലൈംഗിക ദാരിദ്ര്യവും ഇല്ല. ലൈംഗിക ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കൊണ്ട് എന്താണ് മാനസിക പ്രശ്നമുള്ളവരാണോ? അങ്ങനെ ഒരു പ്രശ്നമില്ല. അവർ ഒരു നടിയുടെ പരിപാടിക്ക് പോകുന്ന നടിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അല്ലാതെ വെറുതെ ഇതിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ മാനം എടുക്കരുത്. സോ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അത് കമൻ്റ് ഇടുന്ന ആളുകൾക്ക് ആ മാനസികം തന്നെയുള്ളവർ ഇടുന്നു. അതിൽ നടിക്ക് ഒരു പങ്കുമില്ല, മറ്റുള്ളവർക്കും ഇല്ല. ഇത്തരം മോശം കമൻ്റ് ഇടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് കേരളത്തിലെ ജനങ്ങളെ മൊത്തം നാറ്റിക്കരുത്. ശരിയല്ലേ? ഇത്രയും നല്ല ഇൻഫർമേഷൻ വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. സോ വരുന്നവർ സീരിയസ് ആയിട്ട് വരിക, അനാവശ്യമായിട്ടുള്ള കമൻറ്റ് എഴുതാതിരിക്കുക. എന്തെങ്കിലും കമൻറ്റ് വന്ന് ഇവിടെ സൈബർ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ കാലം തോന്നും. ചില പ്രമുഖർ രക്ഷപ്പെടും, പ്രമുഖർ പോലും രക്ഷപ്പെടുന്നില്ല. സോ അനാവശ്യ കമൻറ്റ് എഴുതുന്നവർ വളരെ ശ്രദ്ധിക്കണം.